ഡൽഹിയിലെ വെസ്റ്റ് ഡിസ്ട്രിക്റ്റിലുള്ള ഹരിനഗർ പോലീസ് സ്റ്റേഷനിൽ ഫോൺ റിംഗ് ചെയ്യുകയാണ്. സമയം രാവിലെ 6:30 ആയിരിക്കുന്നു. ഡ്യൂട്ടി ഓഫീസറായ ബാലകൃഷ്ണൻ ഫോൺ അറ്റൻഡ് ചെയ്തു. നിങ്ങൾ ഡ്യൂട്ടിക്കിട്ടിരിക്കുന്ന 2 ഓഫീസേഴ്സ് പുറത്തൊന്നും ചെയ്യുന്നില്ല. ഞാനൊരു ഡെഡ് ബോഡി തീഹാറിന്റെ ഗേറ്റ് നമ്പർ 3-ൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് വിളിച്ചയാൾ ഫോൺ കട്ട് ചെയ്തു. ബാലകൃഷ്ണൻ ഉടനെ തന്നെ ഹെഡ് കോൺസ്റ്റബിളിനെ വിളിച്ച് ഗേറ്റ് നമ്പർ 3-ലേക്ക് പരിശോധനയ്ക്കായി അയച്ചു. ഗേറ്റിൽ വന്ന ഹെഡ് കോൺസ്റ്റബിൾ മൂലയിലായി ഇരിക്കുന്ന ഒരു കുട്ട ശ്രദ്ധിച്ചു. അദ്ദേഹം അടുത്തേക്ക് ചെന്നു. കുട്ടയിൽ എന്തോ പൊതിഞ്ഞു കെട്ടിവെച്ചിരിക്കുന്നു. അദ്ദേഹം ആ കെട്ട് കഷ്ടപ്പെട്ടഴിച്ചു നോക്കുവാൻ തുടങ്ങി. പൊതിഞ്ഞു വെച്ചിരുന്ന സാധനം എന്താണെന്ന് കണ്ട പോലീസ് ഞെട്ടിപ്പോയി. ഫോൺ കോളിൽ പറഞ്ഞത് സത്യമാണ്. ഒരു മനുഷ്യ ശരീരം നല്ല വൃത്തിയായി പൊതിഞ്ഞു കെട്ടിവെച്ചിരിക്കുന്നു. ഗാണ്ടാൾഫ് എന്ന് പറയുവാൻ പോകുന്നത് ഡൽഹിയെ വിറപ്പിച്ച മാധ്യമങ്ങൾ ദ ബുച്ചർ ഓഫ് ഡൽഹി എന്ന് പേരിട്ട് വിളിച്ച, കൊലകൾ ചെയ്ത് പോലീസിനെ വെല്ലുവിളിക്കുകയും ചെയ്ത ഒരു സീരിയൽ കില്ലറിന്റെ കഥയാണ്. 1967 ബീഹാറിലെ ഘോസായിൽ ജനിച്ച് ഡൽഹിയിലെ ആസാദ്പൂർ മണ്ഡി എന്ന സ്ഥലത്ത് പച്ചക്കറികൾ വിറ്റ് നടന്ന ഒരു മനുഷ്യന്റെ കഥ. പോലീസ് റെക്കോർഡ്സിൽ 7 കൊലപാതകങ്ങൾ ചെയ്ത ഒരു മനുഷ്യന്റെ കഥ. ദ ബുച്ചർ ഓഫ് ഡൽഹി, ചന്ദ്രകാന്ത് ഝാ. വെൽക്കം ടു ഗാണ്ടാൾസ് ഹോം. ACP സുന്ദർ സിംഗ് യാദവും സംഘവും വിവരമറിഞ്ഞ ഉടൻ തന്നെ ഗേറ്റ് നമ്പർ 3-ലേക്ക് ഓടി വന്നു. അവർ ആദ്യം കണ്ടത് പച്ചക്കറികൾ കൊണ്ടുപോകുന്ന ഒരു കുട്ടയാണ്. ആ കുട്ട പരിശോധിച്ച് അവർ കണ്ടത് ഇതൊക്കെയാണ്. ഏകദേശം 30 വയസ്സോളം വരുന്ന ഒരു പുരുഷന്റെ ശരീരമാണ്. ശരീരത്തിലെ തലയും കൈകാലുകളും മുറിച്ചു മാറ്റപ്പെട്ടിരുന്നു. ശരീരം പത്രക്കടലാസുകളിലും പ്ലാസ്റ്റിക്കിലും പൊതിഞ്ഞിരിക്കുന്നു. അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നതും ദയാരഹിതവുമായിരുന്നു ആ കാഴ്ചകൾ. കുട്ടയിൽ പോലീസിനു വേണ്ടിയുള്ള ഒരു കത്തുമുണ്ടായിരുന്നു. നിങ്ങൾക്കെന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചു കാണിക്കൂ എന്നൊരു വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു. 2006 ഒക്ടോബർ 20-നായിരുന്നു പോലീസ് ബോഡി കണ്ടെത്തിയത്. ആദ്യമൊക്കെ ഇതൊരു സാധാരണ കൊലപാതകമായി കണ്ടിരുന്നുവെങ്കിലും കൊലയാളി വീണ്ടും ബാലകൃഷ്ണനെ വിളിക്കുകയും ഡെഡ് ബോഡിയെപ്പറ്റി ചോദിക്കുകയുമാണ്. എന്നാൽ ബാലകൃഷ്ണന്റെ മറുപടിയിൽ തൃപ്തനാകാതെ SHOയുടെ നമ്പർ തരുവാൻ ആ കൊലയാളി ആവശ്യപ്പെട്ടു. ശേഷം അയാൾ SHO ഹോഷിയാർ സിംഗിനെ വിളിക്കുകയാണ്. ഹോഷിയാർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? അയാൾ മറുപടി പറഞ്ഞു, നിങ്ങളുടെ ഹെഡ് കോൺസ്റ്റബിളായ ബൽബീർ എന്നയാളില്ലേ, അയാൾ എന്നെ ജയിലിൽ വെച്ച് നന്നായി ഉപദ്രവിച്ചു. നിങ്ങൾ ഇനിയും കാത്തിരുന്നോളൂ. ഇത്തരം സമ്മാനങ്ങൾ ഇനിയും ഞാൻ നിങ്ങൾക്കായി തന്നുകൊണ്ടേയിരിക്കും. ഫോൺ കോൾ കട്ടായി. പോലീസിന് മുൻപിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ പിടിവള്ളി അയാൾ വിളിച്ച 2 ഫോൺ കോളുകൾ മാത്രമായിരുന്നു. രണ്ടാമത് വിളിച്ച കോളിന്റെ ലൊക്കേഷൻ കാണിച്ചത് തിലക് നഗർ എന്ന സ്ഥലത്തായിരുന്നു. ഉടനെ തന്നെ പോലീസ് സ്ഥലത്തെത്തി ഫോൺ ബൂത്ത് പരിശോധിച്ച് കടയുടമയെ ചോദ്യം ചെയ്തു. കടയുടമ പറഞ്ഞത് 28-നും 32-നും ഇടയിൽ പ്രായമുള്ള ആളാണെന്നും അയാൾ മാത്രമേ ഫോൺ വിളിക്കുവാൻ ഇന്നു വന്നുള്ളൂ എന്നുമാണ്. പോലീസ് കടയുടമയുടെ സഹായത്തോടെ കൊലയാളിയുടെ രൂപരേഖ വരയ്ക്കുകയാണ്. കൂടാതെ കൂടുതൽ തെളിവുകൾ അഥവാ കൊലയാളിയിലേക്ക് എത്തുന്നതിനുള്ള വഴികൾ പോലീസുകാർക്ക് ആ കത്തിൽ നിന്ന് തന്നെ ലഭിക്കുകയാണ്. ബീഹാർ ഭാഷയുടെ അതിപ്രസരം കത്തിൽ കാണാമായിരുന്നു. അതൊരു ബീഹാറിയാണ് എന്ന സൂചന നൽകി. കത്തിൽ 2003-ൽ നടന്ന ഒരു കൊലപാതകം താൻ ചെയ്തതാണ്, അത് നിങ്ങൾ കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞിരുന്നു. ACP സുന്ദർ സിംഗ് അതിനെപ്പറ്റി അന്വേഷിച്ചു. ശരിയായിരുന്നു, 2003 നവംബർ 20-നായിരുന്നു അത് നടന്നത്. തീഹാർ ഗേറ്റ് നമ്പർ 1-ന് മുമ്പിൽ പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞ ഒരാളുടെ മൃതദേഹം കിട്ടിയിരുന്നു. തലയില്ലാത്തതുകൊണ്ട് ആരാണ് മരിച്ചതെന്നോ തെളിവുകൾ ലഭിക്കാത്തതുകൊണ്ട് കൊലയാളി ആരെന്നോ പോലീസിന് കണ്ടെത്താൻ സാധിക്കാത്ത ഒരു അൺട്രേസ്ഡ് കേസായി മാറിക്കഴിഞ്ഞിരുന്നു അത്. അതോടുകൂടി സുന്ദർ സിംഗിന് ഒരു കാര്യം മനസ്സിലായി. തങ്ങളെ ഇപ്പോൾ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഒരു സാധാരണ കൊലയാളിയല്ല, മറിച്ച് തീർച്ചയായും അയാൾ ഒരു സീരിയൽ കില്ലർ ആകാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. കത്തിൽ ബൽവീർ സിംഗ് എന്ന പോലീസുകാരനെ പറ്റി പറഞ്ഞിരുന്നു. പോലീസ് അത് അടിസ്ഥാനമാക്കി ബൽവീർ സിംഗ് ജോലി ചെയ്തെടുത്തു നിന്നും, അതായത് ഗേറ്റ് നമ്പർ 3-ൽ നിന്നും 25-നും 35-നും ഇടയിൽ പ്രായമുള്ള ബീഹാർക്കാരായ 35 ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി. ഈ ലിസ്റ്റ് പ്രകാരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മാസങ്ങൾ കടന്നുപോയി. ഒരു തുമ്പും കൊലയാളിയെക്കുറിച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. 2007 ഏപ്രിൽ 25 തീഹാർ ജയിൽ ഗേറ്റ് നമ്പർ 3-ൽ വീണ്ടും ഒരു മൃതദേഹം കൂടി കണ്ടെത്തുകയാണ്. അതും പഴയ ഡെഡ് ബോഡി വെച്ചിരുന്ന അതേ സ്ഥലത്ത് തന്നെ. പോലീസ് ബോഡി പരിശോധിക്കുവാൻ തുടങ്ങി. എന്നാൽ വളരെ സമർത്ഥമായ രീതിയിലാണ് അത് കെട്ടിയിരുന്നത്.
അവസാനം പോലീസ് ആ കെട്ടഴിച്ചത് ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാളുടെ സഹായത്തോടു കൂടിയായിരുന്നു. വളരെ മുറുക്കിയിരുന്ന കെട്ട് അയാൾ തന്റെ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യുകയായിരുന്നു. അതിലും സമാനമായ പ്രവണത പോലീസ് കണ്ടു. തലയില്ലാത്ത, കൈകാലുകളില്ലാത്ത ശരീരം. എന്നാൽ ഇത്തവണ കത്ത് മാത്രം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരാണ് മരിച്ചതെന്നും പോലീസിന് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. എന്നാൽ കൊലയാളി വീണ്ടും പോലീസിനെ ഫോൺ വിളിച്ചു. തിസ് ഹസാരി കോർട്ടിൽ ചെന്നാൽ ശരീരത്തിന് മറ്റു ഭാഗങ്ങൾ ലഭിക്കുമെന്ന് അയാൾ അറിയിച്ചു. ഇതിലൂടെ അയാൾ ഈ കൊലപാതകങ്ങൾ സെൻസേഷണൽ ആക്കുവാൻ ഉദ്ദേശിക്കുകയാണെന്ന് പോലീസിന് മനസ്സിലായി. മാധ്യമങ്ങൾ ഈ വാർത്തകൾ ആഘോഷിച്ചുകൊണ്ടേയിരുന്നു. ഈ ഒരു കൊലപാതകം കൂടി ആയപ്പോൾ പോലീസ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപപ്പെടുത്തി. വെസ്റ്റ് ഡിസ്ട്രിക്ട് ഡിവിഷനിൽ നിന്നും മറ്റ് സബ് ഡിവിഷനിൽ നിന്നും സമർത്ഥരായ പോലീസ് ഓഫീസേഴ്സിനെ ഈ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു. 2007 മെയ് 18 വീണ്ടും ഒരു ഡെഡ് ബോഡി ലഭിക്കുന്നു. കൂട്ടത്തിൽ ഒരു കത്തും. കത്തിൽ രണ്ടാമത്തെ കൊലയെപ്പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്. ഞാൻ നിങ്ങൾക്ക് തന്ന ഡെഡ് ബോഡി നിങ്ങൾ ശരിക്കും പരിശോധിച്ചില്ല. അതിൽ അമിത് എന്ന പേര് പച്ചകുത്തിയിരുന്നു. എന്നാൽ നിങ്ങൾ ആ വിവരം പത്രക്കാർക്ക് നൽകിയതുമില്ല. അതെ, തന്റെ ചെയ്തികൾ പത്രത്തിൽ വരുവാൻ അയാൾ ആഗ്രഹിച്ചിരുന്നു. 2 കത്തുകളും ശാസ്ത്രീയമായി പരിശോധിച്ചതിൽ നിന്നും കൊലയാളി തന്റെ ഭൂതകാലത്തിൽ വേറെയും കൊലകൾ ചെയ്തതിന് സാധ്യതയുണ്ടെന്നും ഭാവിയിൽ ചെയ്യുവാനും സാധ്യതയുണ്ടെന്നും പോലീസിന് മനസ്സിലായി. കത്തിൽ തന്നെ അത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. സുന്ദർ സിംഗിന്റെ ടീമിലുണ്ടായിരുന്ന നരേന്ദർ പഹൽവാൻ എന്ന ഓഫീസർ 1998 നടന്ന ഒരു കൊലപാതകത്തിന് ഈ കൊലപാതകങ്ങളുമായി സാമ്യമുണ്ടെന്ന് കണ്ടെത്തി. ആ ഒരു സൂചന വെച്ച് അദ്ദേഹം അന്വേഷണം തുടങ്ങി. ആ കേസിൽ ഉണ്ടായിരുന്ന ഇൻഫോർമന്റ്, മർഡർ അക്യൂസ്ഡ് പേഴ്സൺ എന്നിവരെയെല്ലാം കണ്ടെത്തി അദ്ദേഹം വിവരങ്ങൾ ശേഖരിച്ചു. അങ്ങനെ ഒരാളിൽ നിന്നും പോലീസിന് ഒരു വ്യക്തമായ സൂചന കിട്ടുകയാണ്. കൊലയാളിയുടെ വിവരങ്ങളും വന്നുപോയ സാഹചര്യങ്ങളും കൃത്യമായി പഠിക്കുകയും ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് വിവരങ്ങൾ അന്വേഷിച്ചതിന്റെ ഫലവുമായിട്ടായിരുന്നു പ്രതിയെ കണ്ടെത്തുന്നതിൽ വളരെ വലിയ പങ്കുവഹിച്ച ഈ വിവരം പോലീസിന് ലഭിച്ചത്. ആസാദ്പൂർ മണ്ഡി എന്ന സ്ഥലത്തൊരു ക്ലിനിക്കുണ്ട്. അവിടുത്തെ ഡോക്ടറിനെ കാണുവാൻ അവരന്വേഷിക്കുന്നയാൾ വരാറുണ്ട്. സുന്ദർ സിംഗ് ഉടനെ തന്നെ ക്ലിനിക്കിലെത്തി. അദ്ദേഹം ഡോക്ടറിനോട് വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞു. ഡോക്ടറിനെ ചോദ്യം ചെയ്തതിൽ നിന്നും കൊലയാളി ഡോക്ടറിന് സ്ഥിരം കസ്റ്റമറാണെന്ന് അറിയുവാൻ സാധിച്ചു. ഉടനെ തന്നെ പോലീസ് ഡോക്ടറിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി സ്റ്റേഷനിലെത്തിച്ചു. അങ്ങനെ ഡൽഹിയെ വിറപ്പിച്ച കില്ലറിനെ ഒരു ഡോക്ടർ വഴി പോലീസ് കണ്ടുപിടിക്കുകയാണ്. ഡോക്ടർ പറയുകയാണ്, അയാളുടെ കുടുംബത്തെ ഞാനാണ് ട്രീറ്റ്മെന്റ് ചെയ്യാറുള്ളത്. കൂടാതെ അയാളുടെ പേര് ചന്ദ്രകാന്ത് ഝാ എന്നാണ്. ആരാണ് ഈ ചന്ദ്രകാന്ത് ഝാ? എന്താണ് അയാളുടെ പ്രശ്നം? നമുക്ക് നോക്കാം. 1967 ബീഹാറിലെ ഖോസായി എന്ന സ്ഥലത്തായിരുന്നു ഝാ ജനിച്ചത്. അച്ഛൻ രാധേകാന്ത് ഝാ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ആയിരുന്നു ജോലി ചെയ്തിരുന്നത്. അമ്മ ചമ്പാദേവി ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കളുമായിട്ട് വേണ്ട സമയം ചിലവഴിക്കാൻ ഈ മാതാപിതാക്കൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. പഠിത്തത്തിൽ താല്പര്യം നഷ്ടപ്പെട്ട ഝാ ആകട്ടെ 8ാം ക്ലാസ് വച്ചേ പഠനം നിർത്തിയിരുന്നു. ശേഷം 1986 അയാൾ ഡൽഹിയിലേക്ക് ജോലിക്കായി പോവുകയായിരുന്നു. ഡൽഹിയിലെ ആസാദ്പൂർ മണ്ഡി എന്ന സ്ഥലത്ത് ശേഷം അയാൾ ഒരു പച്ചക്കറി വ്യാപാരിയായി മാറുകയാണ്. ഡൽഹിയിലെ കഠിനമായ അധ്വാനങ്ങൾക്കിടയിൽ അയാൾ ഒരു ബീഹാറിയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവർ അയാളെ ചീത്ത വിളിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇത് സ്ഥിരമായപ്പോൾ ഝാ ഇതിനെതിരെ പ്രതികരിക്കുമായിരുന്നു. പണ്ഡിറ്റ് എന്നൊരു സൂപ്പർവൈസർ കച്ചവടക്കാരിൽ നിന്നും നിർബന്ധിതമായി പണം പിരിക്കുമായിരുന്നു. അയാൾ ഈ ഝായിൽ നിന്നും പണം പിരിക്കുവാൻ തുടങ്ങിയപ്പോൾ അയാൾ പ്രതികരിച്ചു. പ്രതികരണം വാക്കേറ്റമായി. വാക്കേറ്റം കയ്യാങ്കളിയിലെത്തി. ഝായുടെ കൈവശം പച്ചക്കറികൾ മുറിക്കുന്നതിനായുള്ള ഒരു കത്തി ഉണ്ടായിരുന്നു. അതാ പണ്ഡിറ്റിന്റെ കയ്യിൽ കൊണ്ട് മുറിയുകയാണ്. മുറിവേറ്റ് പണ്ഡിറ്റ് ഉടനെ തന്നെ പോലീസിൽ പരാതി കൊടുത്തു. അവസാനം 1998 ഒക്ടോബർ മാസത്തിൽ ഝായെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. ജയിൽവാസവും ഝായുടെ ജീവിതം മാറ്റുന്നതിന് കാരണമായി. കാരണം ജയിലിലുണ്ടായിരുന്ന ബൽവീർ സിംഗ് എന്ന ഓഫീസർ ഝായെ ഉപദ്രവിക്കുമായിരുന്നു. ഝായെ മാത്രം ആ ഓഫീസർ മറ്റു തടവുകാർക്കിടയിൽ നഗ്നനാക്കി നിർത്തുമായിരുന്നു. മാനസികമായും ശാരീരികമായും ഝാ ആ ജയിൽവാസത്തിലൂടെ മാറുകയായിരുന്നു. 3 വർഷത്തോളം ജയിൽ ജീവിതം അനുഭവിച്ച അയാൾ പുറത്തു വന്നപ്പോൾ മറ്റൊരു മനുഷ്യനായി മാറിക്കഴിഞ്ഞിരുന്നു. പോലീസിനോടും നിയമവ്യവസ്ഥയോടും അയാൾക്ക് വെറുപ്പും പുച്ഛവുമായി തീർന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം കൊലപാതകം നടത്തി ബോഡി തീഹാർ ജയിലിന് മുൻപിൽ തന്നെ കൊണ്ടുവച്ചിരുന്നത്. പോലീസിനേക്കാൾ താനാണ് ബുദ്ധിമാൻ എന്ന വിചാരം അദ്ദേഹത്തെ കൂടുതൽ കുറ്റങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. 2003 അയാൾ ചെയ്ത കൊലപാതകം
പോലീസ് കണ്ടെത്താതെ പോയത് അയാളെ വളരെയധികം സന്തോഷവാനാക്കി. എന്നാൽ അതായിരുന്നില്ല ചായുടെ ആദ്യ കൊലപാതകം. 1998 ഛ തന്റെ സൂപ്പർവൈസറായ പണ്ഡിറ്റ് എന്ന മംഗലിനെ കൊലപ്പെടുത്തിയിരുന്നു. ഈ കൊലപാതകത്തിന്റെ കണ്ടെത്തൽ പോലീസിന് ഛായിലേക്കെത്തുവാൻ സഹായപ്രദമായി. ബീഹാറിയായതിൽ അവഗണനകൾ നേരിട്ടിരുന്ന ഛ ഡൽഹിയിലേക്ക് ബീഹാറിൽ നിന്ന് വരുന്നവരെ സഹായിക്കുവാൻ തുടങ്ങി. അയാൾ അവർക്ക് ഭക്ഷണവും സ്വന്തം വീട്ടിൽ താമസിക്കുവാനുള്ള സൗകര്യവും ചെയ്തു തുടങ്ങി. ജയിലിൽ നിന്നും വന്നതിനു ശേഷം ഛ ശേഖർ എന്നൊരാളെ സഹായിക്കുന്നുണ്ടായിരുന്നു. അയാളെ അദ്ദേഹം കൂട്ടത്തിൽ താമസിപ്പിക്കുവാനും തുടങ്ങി. എന്നാൽ ശേഖറിനും ഛായെ അറിയില്ലായിരുന്നു. എന്നാൽ ഛ തന്റെ അടുത്ത ഇരയായിട്ടായിരുന്നു ശേഖറിനെ കണ്ടിരുന്നത്. മാസങ്ങൾ നല്ല രീതിയിൽ കടന്നുപോയപ്പോഴും ശേഖറിന് ഛായുടെ നേരെ ഒരു സംശയം പോലും ഉണ്ടായിരുന്നില്ല. അയാൾ ഈ സമയത്ത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ തുടങ്ങിയിരുന്നു. കൂടാതെ ഒരു സെൽഫ് ഡിഫൻസ് എന്ന രീതിയിൽ അയാൾ കരാട്ടയും അഭ്യസിച്ചിരുന്നു. ഈ സമയത്ത് ശേഖർ തന്നോട് കള്ളം പറയുന്നതായി തോന്നിത്തുടങ്ങി. പിന്നീട് ഛായ്ക്കുണ്ടായ മാറ്റങ്ങൾ അപകടകരമായതായിരുന്നു. ഒരു ദിവസം ഒരു തമാശയ്ക്കെന്ന രീതിയിൽ ശേഖറിന്റെ കൈയും കാലും ഛ കെട്ടിയിട്ടു. എന്നാൽ പെട്ടെന്നായിരുന്നു ഛായുടെ പ്രവൃത്തികൾ മാറിയത്. അയാൾ ശേഖറിന്റെ കഴുത്ത് തന്റെ നഞ്ചക്കുപയോഗിച്ച് വലിഞ്ഞു മുറുക്കി. ശേഖർ ശ്വാസം മുട്ടി മരിക്കുകയാണ് ഉണ്ടായത്. ശേഖറിന്റെ മൃതദേഹം ഛ ഡ്രെയിനേജിൽ എറിഞ്ഞുകളഞ്ഞു. കൊല ചെയ്യുന്നതിൽ അയാൾ അതോടെ രസം പിടിച്ചു കഴിഞ്ഞിരുന്നു. അതേ വർഷം 2003 നവംബർ മാസത്തിൽ തന്നെയാണ് ഛ തന്റെ മൂന്നാമത്തെ ഇരയെയും കൊന്നത്. ഉമേഷ് എന്നായിരുന്നു അയാളുടെ പേര്. പഴയതുപോലെ തന്നെ ഛ അയാളെ ഒരു സഹോദരനെ പോലെ ട്രീറ്റ് ചെയ്തിരുന്നു. എന്നാൽ ഉമേഷ് തന്റെ അടുത്ത് കള്ളം പറയുന്നു എന്ന സംശയത്തിലാണ് ഛ അയാളെ കൊന്നത്. എന്നാൽ ഈ കൊലയോടുകൂടി അയാൾ ഒരു പടി കൂടി ഉയർന്നു ചിന്തിക്കുകയുണ്ടായി. അയാൾക്ക് തന്റെ ജയിൽവാസം ഓർമ്മ വന്നു, തന്നെ ഉപദ്രവിച്ച പോലീസുകാരനെയും. അദ്ദേഹം ഉമേഷിന്റെ ശരീരത്തിൽ നിന്നും തലയും കൈകാലുകളും മുറിച്ചു മാറ്റി. പിന്നീട് പ്ലാസ്റ്റിക് പൊതിഞ്ഞ് ഒരു കുട്ടയിലാക്കി തീഹാർ ജയിലിന്റെ ഗേറ്റ് നമ്പർ 1 വെക്കുകയായിരുന്നു. ഇത് ശക്തമായിട്ടും പോലീസിനെതിരെയുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. തന്നെ ഉപദ്രവിച്ച ബാൽവീർ സിംഗ് എന്ന പോലീസ് ഓഫീസർ ഡ്യൂട്ടി എടുത്തിരുന്ന അതേ ഗേറ്റിൽ തന്നെയാണ് അയാൾ ബോഡി വെച്ചത്. എന്നാൽ അത് പോലീസിന് കണ്ടെത്താനായില്ല. അത് ഛായ്ക്ക് വലിയൊരു കോൺഫിഡൻസ് ആണ് നൽകിയത്. ഉടനെ തന്നെ അടുത്ത ഇരയ്ക്കായി ഛ വേട്ടയ്ക്കിറങ്ങി. 2005 ഗുത്തു എന്നൊരാളെ ഛ തന്റെ കൊലയ്ക്കായി കണ്ടെത്തി. അയാളെ ഛ കൊന്നത് കഞ്ചാവ് വലിച്ചു എന്ന കുറ്റത്തിനാണ്. അതെ, ഈ സമയമെല്ലാം തന്നെ ഈ സീരിയൽ കില്ലർ ഡൽഹിയിൽ തന്റെ ക്രൂരതകൾ അഴിച്ചുവിടുകയാണ് ചെയ്തിരുന്നത്. ഇത് ഛായുടെ 4ാമത്തെ കൊലപാതകമായിരുന്നു. പോലീസിന് ഇയാളുടെ ഡെഡ് ബോഡി ലഭിക്കുന്നത് മംഗോൾപുരി എന്ന സ്ഥലത്ത് വെച്ചാണ്. എന്നാൽ ഛായ്ക്ക് പോലീസിനോടുള്ള വെറുപ്പും വിദ്വേഷവും അയാൾ അറിയിച്ചത് 2006 കൊലയിലൂടെയാണ്. അയാൾ കത്തിലൂടെ അവരോട് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കി. ബൽബീർ സിംഗ് എന്ന പോലീസുകാരന്റെ ഉപദ്രവങ്ങളും പോലീസിന്റെ മറ്റു ശിക്ഷാരീതികളും ഒരു സീരിയൽ കില്ലറിന് ജന്മം നൽകിയിരിക്കുന്നു എന്നും അയാൾ പോലീസിനെ കുറ്റപ്പെടുത്തി. 2007 അയാൾ ഉപേന്ദർ എന്നൊരാളെയാണ് കൊലപ്പെടുത്തിയത്. അന്നയാൾ ആ രക്തക്കളത്തിലിരുന്നു കൊണ്ട് ഉപേന്ദറിന്റെ ജീവനില്ലാത്ത ശരീരത്തിലും നോക്കിയിരുന്ന് ഭക്ഷണം കഴിച്ചു. കൊല അയാൾക്കൊരു ഹരമായി മാറിക്കഴിഞ്ഞിരുന്നു. അതിന്റെ ഫലമായി തൊട്ടടുത്ത മാസം തന്നെ ദിലീപ് എന്നൊരാളെ കൊലപ്പെടുത്തി. അതിനയാൾ കാരണം കണ്ടെത്തിയത് ദിലീപ് നോൺ വെജ് കഴിച്ചു എന്നതാണ്. ശേഷം അതേ പാറ്റേൺ ഫോളോ ചെയ്ത് തീഹാർ ജയിലിന് മുമ്പിൽ വീണ്ടും ബോഡി ഡംപ് ചെയ്തു. പോലീസ് ക്ലിനിക്കിൽ നിന്നും കൊണ്ടുവന്ന ഡോക്ടറിനെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. ഡോക്ടറിനോട് സുന്ദർ സിംഗ് ഛായെ ഫോൺ ചെയ്യുവാനും നാളെ ക്ലിനിക്കിലെത്തുവാൻ പറയുവാനും ആവശ്യപ്പെട്ടു. പിറ്റേ ദിവസം 4 മണി. പോലീസ് പഴയ ക്ലിനിക്കിന്റെ പരിസരങ്ങളിൽ ഛായയെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അവർ പല വേഷങ്ങളിലായിരുന്നു. പച്ചക്കറിക്കാരനായും വഴിപോക്കനായും പോലീസ് അവിടം വളഞ്ഞിരുന്നു. എന്നാൽ അന്ന് ഛാ വന്നില്ല. സുന്ദർ സിംഗ് ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ഛായുടെ നമ്പർ ട്രേസ് ചെയ്യുവാൻ തുടങ്ങി. അതവർക്ക് അലിപ്പൂർ എന്ന സ്ഥലമാണ് കാണിച്ചു കൊടുത്തത്. പോലീസ് ഉടനെ തന്നെ അവിടെ എത്തി. ലൊക്കേഷൻ കാണിച്ച സ്ഥലത്തിന്റെ മുക്കുമൂലയും അവർ തിരയുവാൻ തുടങ്ങി. എങ്കിലും ഒരു രക്ഷയുമുണ്ടായില്ല. സുന്ദർ സിംഗ് ഉടനെ തന്നെ ഡോക്ടറിനെ വിളിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഛായ്ക്ക് സ്കൂട്ടർ ഫിറ്റഡ് റിക്ഷ ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നത്. എന്നുവെച്ചാൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ സൗകര്യത്തിനായി ചക്രങ്ങൾ ഘടിപ്പിച്ച ഒരു പെട്ടിവണ്ടി. നരേന്ദർ പഹൽവാൻ ഉടനെ തന്നെ അത്തരത്തിലൊരു വണ്ടി ഒരു വീടിന് മുന്നിൽ കിടക്കുന്നതായി കണ്ടു. ഉടൻ തന്നെ ബാക്കി ഓഫീസേഴ്സും അങ്ങോട്ടേക്കെത്തി. അവസാനം പോലീസിന് അവനെ കിട്ടിയിരിക്കുന്നു. തങ്ങളെ വെല്ലുവിളിച്ച ചീത്തകൾ പറഞ്ഞ അതേ കൊലപാതകി ഇപ്പോൾ പോലീസിന്റെ മുമ്പിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. അതെ, അയാൾ തന്നെ, ദ ബുച്ചർ ഓഫ് ഡൽഹി.
പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ചായയിൽ നിന്നും ഓഫീസേഴ്സ് ഒരു തരത്തിലുള്ള ഭയമോ ടെൻഷനോ ഒന്നും തന്നെ കണ്ടില്ല. അയാൾ തികച്ചും ശാന്തനായിരുന്നു. ചോദ്യം ചെയ്യൽ തുടങ്ങിയപ്പോഴേ ചായ ഇങ്ങനെ പറഞ്ഞു: സാർ, ഞാൻ പരാജയപ്പെട്ടു, നിങ്ങൾ ജയിച്ചു. എന്നുവെച്ച് എന്നെ നിങ്ങൾ ഉപദ്രവിക്കുവാനാണ് ഇനിയും ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് ഒന്നും പറയില്ല. മറിച്ചാണെങ്കിൽ ഞാൻ എല്ലാം തുറന്നു പറയാം. പോലീസിന് വേണ്ടത് സത്യങ്ങളായിരുന്നു. കാരണം കൊല നടന്നു. കൊലപാതകയെ അറസ്റ്റ് ചെയ്തു എന്നതൊഴിച്ചാൽ പോലീസിന് ഇനിയും തെളിവുകൾ ആവശ്യമായിരുന്നു. ഷാ തന്റെ കഥകൾ പറഞ്ഞു തുടങ്ങി. സാധാരണ തൊഴിലാളിയായി ഡൽഹിയിൽ വന്ന് പിടിക്കപ്പെടുവോളം കൊലപാതകങ്ങൾ തന്റെ സംതൃപ്തിക്കായി ചെയ്ത ഒരു കൊലപാതകിയുടെ കഥ. പോലീസിന്റെ കൈവശം 3 കൊലപാതകങ്ങളായിരുന്നു ഷായ്ക്കെതിരെ ഉണ്ടായിരുന്നത്. അവ 3ഉം ഷാ തന്നെ ഗേറ്റുകളിൽ വെച്ചത് തന്നെയായിരുന്നു. എന്നാൽ ഈ 3 എണ്ണം കൂടാതെ മറ്റു 4 കൊലപാതകങ്ങളുടെ സത്യങ്ങളും ഷാ പോലീസിനോട് വെളിപ്പെടുത്തി. പോലീസിന് വേറെയും കൊലപാതകങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. തന്റെ ജയിൽ ജീവിതം ഒരു കാരണമായി ഷാ പറഞ്ഞുവെങ്കിലും പോലീസ് ശരിക്കും ഞെട്ടിയത് ഷായുടെ മറ്റു കാരണങ്ങൾ കേട്ടപ്പോഴാണ്. കള്ളം പറഞ്ഞതിന്, കഞ്ചാവ് വലിച്ചതിന്, നോൺ വെജ് കഴിച്ചതിന്, ഇങ്ങനെ കാരണങ്ങൾ നീളുന്നു. ശരിക്കും പറഞ്ഞാൽ മറ്റൊരാൾക്കും സംശയം തോന്നാത്ത രീതിയിൽ ഇരകളെ തന്നിലേക്ക് ആകർഷിച്ച് തന്റെ സംതൃപ്തിക്കായി ആ ഇരകളെ കൊല്ലുക. ഇരയ്ക്ക് പോലും അറിയില്ല താൻ മരണത്തിലേക്കാണ് പോകുന്നതെന്ന്. അയാൾ അടുത്തതായി പറഞ്ഞ കാര്യം കേട്ടപ്പോഴാണ് പോലീസ് ശരിക്കും അമ്പരന്നത്. സാർ, ഞാൻ നിങ്ങളുടെ അടുത്തു വന്നിരുന്നു 2007 ഏപ്രിൽ 25-ന്. ഞാൻ കൊണ്ടുവച്ച കുട്ടയെ അഴിക്കുവാൻ നിങ്ങൾ നന്നേ പാടുപെട്ടിരുന്നുവല്ലേ? ആ കുട്ട ഞാനാണ് നിങ്ങൾക്ക് അഴിച്ചു തന്നത്. ഷാ തന്റെ ഇരകളുടെ തലകൾ അറുത്തതിനു ശേഷം അത് യമുന നദിയിൽ എറിഞ്ഞു കളയുമായിരുന്നു. മരിച്ചയാൾക്ക് മോക്ഷം കിട്ടുവാൻ വേണ്ടിയാണ് താൻ ഇത് ചെയ്തതെന്ന് ഷാ പറഞ്ഞു. പിന്നീട് പോലീസ് യമുനയുടെ തീരങ്ങളിൽ നിന്നും തലകൾ കണ്ടെത്തുകയും ചെയ്തു. ഷാ താമസിച്ച വീട്ടിൽ നിന്നും കൊലകൾക്കായി ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെത്തി. അന്വേഷണത്തിന് സമയത്ത് ഷാ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു എന്നതിനാൽ തെളിവ് ശേഖരണവും എളുപ്പമായി. 2013 ഫെബ്രുവരിയിൽ കോടതി ചന്ദ്രകാന്ത് ഷായെ 3 കൊലപാതകങ്ങളിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. 2 കൊലപാതകങ്ങളിൽ തൂക്കുമരണവും 1 കൊലപാതകത്തിന് ജീവപര്യന്തവും വിധിച്ചു. എന്നാൽ 2016-ൽ തൂക്കുകയർ ജീവപര്യന്തമായി കുറയ്ക്കുകയും ചെയ്തു. ഈ കഴിഞ്ഞ കാലത്ത്, കൃത്യമായി പറഞ്ഞാൽ 2023 ആഗസ്റ്റ് മുതൽ ഷാ ഇപ്പോൾ പരോളിലാണ്. അയാളുടെ മാനസികാവസ്ഥ മാറിയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയും നിരപരാധികൾ മരിക്കാതിരിക്കുവാനായി.